ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ബാംഗ്ലൂരുകാർക്ക് രാമേശ്വരം കഫേ പോലെ തൃശ്ശൂർക്കാർക്ക് ഒരു പുതിയ കഫേ ഓപ്പൺ ആയിട്ടുണ്ട്. ശ്രീ ഗുരുവായൂർ ടിഫിൻ, പക്ക വെജിറ്റേറിയൻ കഫേ. നമ്മുടെ തൃശ്ശൂർ QSR, ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് പോലത്തെ ചെയിനുകൾ അധികമൊന്നുമില്ല. ഉണ്ടെങ്കിലും അതൊരു ടീ സ്പോട്ടൊക്കെയാണ്. റെസ്റ്റോറൻറ്റ്സ് പൊതുവെ കുറവാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ശ്രീ ഗുരുവായൂർ ടിഫിൻ വരുന്നത് പക്ക QSR മോഡലിലാണ്. നമ്മൾ പോയി എടുക്കുന്നു, കഴിക്കുന്നു, അവിടെ വെച്ചിട്ട് പോകും. ഇവരുടെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 7 to 12 ആൻഡ് ഈവനിങ് 4 to 12 ആണ്. മോർണിംഗിൽ പോയാലും ഈവനിങ് പോയാലും ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് കിട്ടും. ഞങ്ങൾ അവരുടെ ഗീപ്പൊടി മസാല ദോശയും ഗീപ്പൊടി തട്ടിഡ്ഡലിയാണ് ട്രൈ ചെയ്തത്. അവർക്ക് അപ്പം മുട്ടക്കറിയൊക്കെ മെനുവിലുണ്ട്, പക്ഷെ അതൊന്നും ഇതിപ്പോൾ സെർവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. വൈകാതെ അതൊക്കെ സെർവ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഫുഡിലേക്ക് വന്നാൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ എന്തായാലും പോയി ട്രൈ ചെയ്തോളൂ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവും. സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടൊക്കെ മാറ്റി പിടിച്ച് വെറൈറ്റി ദോശ ഇഡ്ഡലിയൊക്കെ ട്രൈ ചെയ്യാം. ഇനി ബാംഗ്ലൂരൊക്കെ പോയി കഴിച്ചുള്ളവരാണെച്ചെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പറവട്ടാണി പള്ളിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ശരിക്കും ഇവർ ഗുരുവായൂർ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം ഇവരുടെ പേരിലും ഗുരുവായൂരുന്നുണ്ട്. ഗുരുവായൂർ ശ്രീ ഗുരുവായൂർ ടിഫിൻ ഓപ്പൺ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ട്. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത കാരണം മെനുവിലുള്ള എല്ലാ ഡിഷസും അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഗീ റൈസും കുറേ സ്വീറ്റ്സും ഒക്കെ ഇനിയും വരാനുണ്ട്. ഫുഡൊക്കെ ഒരു ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് അവരുടെ ചായ കുറച്ച് ബാഡായിട്ട് തോന്നി. ആ ഒരു സജഷൻ മാത്രമേ എനിക്കുള്ളൂ. ചായ കുറച്ചുകൂടി ബെറ്റർ ആക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ചായ കുടിക്കുമ്പോൾ നല്ല ചായ വെച്ചെങ്കിൽ എന്തായാലും ആൾക്കാർ മേടിച്ച് കുടിക്കും. ഈ ഒരു ചായ കുടിക്കുമ്പോൾ ആ ഒരു വൈബോ ഫീലോ ഒന്നും കിട്ടണില്ല. നമുക്ക് ചായ കുടിച്ചെന്നുള്ള ഒരു തൃപ്തി വരണില്ല. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.